വേറെ ഇഷ്ടംപോലെ കിട്ടില്ല. അപ്പം അതിനൊക്കെ ചന്തക്കുന്ന് പോലെയല്ല, വിശാലമായൊരു സ്ഥലമാണല്ലോ അത്. അല്ല, നമ്മൾ കരാർ കൊടുത്തിട്ടുണ്ട് ആളെ കൊണ്ടുവരാൻ. അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇഷ്ടംപോലെ നാടല്ലേ, അപ്പോൾ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇവിടെ 10,000-ഓളം ചെയറുകളാണ് ഒരുക്കിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആകെ 500,000 ചെയറുള്ളൂ. വെറുതെ നിങ്ങൾ ആവശ്യമില്ലാത്തെന്ന് പറയുന്ന പ്രമുഖരായിട്ട് ആരെങ്കിലും ഉണ്ടാവോ? പ്രമുഖർ എന്ന് പറയുന്നത് ഈ നാട്ടിൽ സാധാരണക്കാരായ മനുഷ്യരാണ്. അക്കോർഡിംഗ് ടു മീ അവരുണ്ടാവും. DMK സാമ്യമായിട്ടുള്ള പേരാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള വല്ല ലീഡേഴ്സിന് എത്താൻ സാധ്യതയുണ്ടോ? അല്ല, തമിഴ്നാട്ടിൽ സാധാരണപ്പെട്ട ജനങ്ങളൊപ്പം നിൽക്കുന്ന പാർട്ടിയല്ലേ DMK. ആ സാധാരണക്കാരായ ജനങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു പേര് തമിഴ്നാട്ടിൽ നിന്നുള്ള DMK നിരീക്ഷകരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ എത്തും. അതൊന്നും ശരിയാക്കണം. അവിടെ ആ മണ്ണൊന്നും ഇപ്പോൾ തമിഴ്നാട്ടുമായി അതിർത്തി പങ്കിടുന്ന മണ്ഡലം കൂടെയാണല്ലോ, അപ്പോൾ ആ ഒരു സ്വാധീനം കൂടെ ഉണ്ട് ഇങ്ങനെ ഒരു പേരെടുക്കാൻ. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മണ്ഡലമല്ല, തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന സ്റ്റേറ്റാണ്. മനസ്സിലായോ? ഇത് നിങ്ങളെ കടൽ പോലെ കിടക്കുന്ന ഇതിനെങ്ങനെ ചെറിയ എന്താ പറയുക കോഴിമുട്ട പോലെ ആക്കണ്ട. മണ്ഡലമല്ല, ഈ സംസ്ഥാനം തന്നെ എത്രയോ സ്ഥലങ്ങളിൽ അതിർത്തി പങ്കിടുന്നുണ്ട്. ഇന്നലെ തമിഴ്നാട്ടിലൊക്കെ എത്തിയെന്നാണ് വാർത്തകൾ കേട്ടത്. വെറുതെ പറയും. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആര് പറഞ്ഞു ഞാൻ തമിഴ്നാട്ടിലെത്തി? സ്റ്റാലിനുമായിട്ടുള്ള കൂടിക്കാഴ്ച സ്റ്റാലിനുമായിട്ടുള്ള ഉണ്ടല്ലോ. കൂടിക്കാഴ്ച എന്ന് പറഞ്ഞതൊക്കെ ഇങ്ങനെ നോക്കിയാൽ എല്ലാവരും കാണുമല്ലോ. അൻവർക്ക് നമ്മൾ ചന്തക്കുന്നിലെ പരിപാടിയില്ലേ, ഇപ്പോൾ വഴിക്കട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുഗുവിനെയൊക്കെ നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിലുള്ള ആരെങ്കിലുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ചോദിച്ചു ആരാണ് പ്രബലരായിട്ടുള്ള ആളുകൾ വരുന്നത്. പ്രബലരായിട്ടുള്ള ആളുകൾ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരാണ്. അവരുണ്ടാവും. എന്നെ സംബന്ധിച്ച് അവരാണ് ഏറ്റവും വലിയ പ്രബലർ. ഉണ്ടാവും. ഒരാൾ ചോദിക്കാം, ആകെ രണ്ടാളല്ലേ ഉള്ളൂ. എന്ത് ഭീഷണി? അല്ല, അതൊക്കെ അതിന്റെ സമയത്ത് ആലോചിക്കാൻ. നിങ്ങൾക്ക് എന്താ എന്റെ MLA പണി പോകുന്നതിന് നിങ്ങൾക്ക് എന്താ വെച്ചാറ്? എങ്കിലും ഒരുപാട് ജനങ്ങൾ അത് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങയുടെ തുടർ നീക്കങ്ങളൊക്കെ തന്നെ. അല്ല, അതിപ്പോ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്കാണ് തിരക്ക്, എനിക്കൊരു തിരക്കില്ല. ഞാൻ ഈ വണ്ടി ഇങ്ങനെ പോകും. ഇതൊരു കട്ട വെച്ച് വലിപ്പിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ കട്ട വെച്ച് വലിപ്പിക്കുന്നല്ല, വലിയ കയറ്റത്തിലൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ കട്ട വെച്ച് കുറച്ച് വലിക്കും, പിന്നെയും കട്ട വെക്കും, പിന്നെയും വലിക്കും, അങ്ങനെ പോകും. ഈ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള അങ്ങനെ ഒരു പേരിലേക്ക് എത്താനുള്ള കാരണം? അല്ല, അത് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ആണല്ലോ നടക്കുന്നത്. ജനാധിപത്യ ജനങ്ങളുടെ ഒരു മൂവ്മെന്റ് ആണിത്. ദിസ് ഇസ് എ സോഷ്യൽ മൂവ്മെന്റ്. അപ്പോൾ ദാറ്റ് ഈസ് വൈ വി പുട്ട് ദ നെയിം ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള. കേരളത്തിലെ ജനങ്ങളുടെ ഒരു ജനാധിപത്യപരമായ ഒരു 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 മുന്നേറ്റമാണ്. അതെ അതെ. അതായത് രാത്രിയൊക്കെ പകല് സൂര്യ വെളിച്ചം ഉണ്ടാവും, രാത്രി നമുക്ക് ടോർച്ച് വേണ്ടേ. അപ്പം എപ്പോഴും വെളിച്ചം നൽകാന്നില്ലാണ്. സർപ്രൈസ് എൻട്രി ഉണ്ടാവും ഇന്നത്തെ സ്റ്റേജിൽ വൈകുന്നേരം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്തിനാ സർപ്രൈസ് ആവുന്നു? അൻവർക്ക് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ DMK ആവും അങ്ങനെ പ്രതീക്ഷിക്കാമോ? എന്തിന്? ദിസ് ഇസ് എ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള പീപ്പിൾ. അത്രേ ഉള്ളൂ.